ഇവരെവിടെ പോവാ? ഇവരൊക്കെ എവിടെ പോവാന്ന്? ഇല്ലേ, അവരെങ്ങോട്ട് പോവാന്നാണല്ലോ പറഞ്ഞത്. വീട്ടിലാ? ഇവരെവിടെ പോവാന്ന്? ഇവര് എവിടെയാ? ആരോടാ? ഇവളോടാ? അമ്മ ചോദിച്ചില്ലേ? അമ്മ ചോദിച്ചില്ലേ? അമ്മ എന്നെ അവിടെ കൊണ്ടുപോകാൻ ചോദിക്കാൻ പറ്റായിരുന്നോ? മറന്നുപോയോ ചോദിക്കാനാ? ചോദിക്കാൻ മറന്നുപോയതാ? അവളും അവനും എല്ലാം കൂടെ എങ്ങോട്ട് പോവാ? 4 പേര്. അവർ 4 പേര് എങ്ങോട്ട് പോവാ? നീ ചായ കുടിച്ച കാര്യമല്ല പറഞ്ഞേ. വിവീനയും വിവാനും ആൽവിനും എഞ്ചിലീനയും കൂടെ എങ്ങോട്ട് പോവാന്ന്? എഞ്ചിലും കൂടെ അമ്മ ചോദിച്ചില്ലേ? എങ്ങോട്ട് പോവാ? അമ്മ ചോദിച്ചില്ല. അമ്മേനെ കൊണ്ടുപോകുന്നില്ലേ? ചോദിച്ചില്ലേ? അവരെങ്ങോട്ട് പോവാ ചോദിച്ചു. അമ്മ ചോദിച്ചില്ലേ എവിടെയാ പോണേന്ന്? അമ്മ ചോദിച്ചില്ലേ? ഇല്ലേ? എന്നാടെ അമ്മേനെ കൊണ്ടുപോകാൻ പറയാൻ പറ്റായിരുന്നോ അവരോട്? എന്നും പോയിക്കൊണ്ടിരിക്കുന്നിടത്തോ? അവൾ അവധിക്ക് വന്നല്ലേ? അമ്മ ചോദിക്കേ എവിടെ പോവാന്ന്? അമ്മേനെ കൂടെ കൊണ്ടുപോകാൻ പറ. അമ്മേനെ കടേ പിള്ളേരെ കാര്യമോ? അമ്മ അന്വേഷിക്കണ്ടേ പിള്ളേരെ കാര്യം? ഞാൻ പോകാതിരുന്നാ മതി അല്ലേ അമ്മേ? അവരൊക്കെ എവിടെ വേണേലും പൊക്കോട്ടെ, ഞാൻ പോകാതിരുന്നാ മതി അല്ലേ? ഓഹോ, എനിക്കറിയാല്ല. അങ്ങനെ ചുമ്മാ പോകാൻ പറ്റത്തില്ല. ചായ എടുത്ത് കുടിക്കാൻ എല്ലാവരും ഇവര് പോവാ കേട്ടോ. സിനിമ കാണാൻ പോവാ. അമ്മയ്ക്ക് കൂടെ പോയി കണ്ടാളാൻ മേലായിരുന്നോ? സിനിമയ്ക്ക് പോകുന്നുണ്ടോ? സിനിമ കാണാൻ പോവാ. അമ്മയ്ക്ക് പോകാൻ മേലായിരുന്നോ കൂടെ? ആൽമീനും ഏഞ്ചലും ഉണ്ട്. ആൽമീനും ഏഞ്ചലും ഉണ്ടെന്നേ. ഫോണില്ലേ? നമുക്കൊരു സിനിമ കാണാൻ മേലെ താല്പര്യം ഇല്ലേ? ഒരു സിനിമ കാണാൻ താല്പര്യം ഇല്ലേന്ന്? വീട്ടിൽ കിടന്നാൽ മതിയോ? അമ്മയ്ക്ക് അങ്ങനെ പോകുന്നൊക്കെ തെണ്ടപ്പട്ടികൾ പോകുന്നാണ് അമ്മ പറയുന്നത്. വീട്ടിൽ ഇരുന്ന് മുഴുവൻ തെണ്ടപ്പട്ടികളാവുമേ. ഒന്നും മയങ്ങാൻ പറ്റിയാൽ അയ്യോ, എത്ര മയങ്ങി? നമ്മൾ രണ്ടുപേരും കൂടെ ഒന്ന് മയങ്ങിയില്ലേ? ഇത് 4:03 ആയതേ ഉള്ളൂ. 3:30. ഞാൻ തുണി അലക്കാൻ പോവായിരുന്നു. 3:30 തുണി അലക്കാൻ പോവാ ഞാൻ. 8-10 മണി ആയല്ലേ അവൾ ഉറങ്ങുമ്പോ? 10 ആയല്ലേ? നീ എത്ര മണിക്കൂറുണ്ടെന്ന് കൂട്ടിക്കേ എലിക്കുട്ടി. പപ്പായല്ല, മണിക്കൂർ പറയുന്നല്ല. നേരെ വേറെ വേറെ ഉണ്ടൊക്കെയാ കേൾക്കുന്നത്. മണിക്കൂറൊന്നും കയറുന്ന അറിയാവുന്നവർ ചെയ്തോ. ഞാനൊന്നും എനിക്കറിയത്തില്ലാത്തതുകൊണ്ട് ഞാനൊന്നും നമുക്ക് പുതിയ ഉടുപ്പൊക്കെ ഇട്ടൊന്ന് എല്ലാരെയും ഒന്ന് കാണിച്ചാലോ? ആരോടും ഒരു കാര്യം. നമ്മള് മേടിച്ച പുതിയ ഉടുപ്പേ ഒന്ന് ഇട്ടിട്ടേ. നമ്മളൊരു ഉടുപ്പ് മേടിച്ചില്ലായിരുന്നോ? ഉടുപ്പ് അമ്മയ്ക്ക് ഇടാൻ വേണ്ടിട്ടേ ഒരു ഉടുപ്പ് മേടിച്ചായിരുന്നു. ആ, കടയിൽ പോയി മേടിച്ചായിരുന്നു. അമ്മയും വന്നായിരുന്നു. കടയിലേ പോയി മേടിച്ചായിരുന്നു. അത് നമുക്കൊന്ന് ഇടാം. ഇട്ടിട്ട് എല്ലാരും ഒന്ന് കാണിക്കാം. എങ്ങനെയുണ്ടെന്ന് അവരോട് ചോദിക്കാം. എനിക്കറിയത്തില്ല മന. ഞാൻ പശുവിന്റെ അടുത്തോട്ട് പോയെന്ന് തോന്നുന്നു. പശുവിന്റെ അടുത്ത് പോയെന്ന് തോന്നുന്നു. ഏതാ വസ്ത്രത്തിന്റെ കാര്യം? അതാ ഇടുന്ന പിള്ളേർക്കൊക്കെ അമ്മയ്ക്കാ. ഇവിടുത്തെ കൊച്ചമ്മയല്ലേ എനിക്ക് താല്പര്യം. അമ്മയ്ക്കാണ് ഇടാൻ മേടിച്ചതാ. എനിക്കൊരാളുടെ എന്റെ ഭാഗത്തിൽ അമ്മയുടെ ഭാഗത്തിനാ മേടിച്ചിരിക്കുന്നത്. ഒരെണ്ണേ കിട്ടിയുള്ളൂ. ഒരെണ്ണോടെ തയ്ച്ച് കിട്ടാനുണ്ട്. ഒത്തിരി ഒന്നുമില്ല, 2-3 ഉള്ളൂ. ആർക്കും വേണ്ടേ? ഞങ്ങൾ തിന്നില്ലേ? അമ്മ തിന്നില്ലേ? വിവാനൊന്നും വിവാനൊന്നും മൂലയൊന്നും തിന്നിയല്ല. നീ വിവാനൊന്നും മൂലയൊന്നും തിന്നിയല്ല.
അതിനാ ആ ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് അതൊന്നും വേണ്ടല്ലോ. അവന് ഇഷ്ടമില്ലേ? ആ അവർക്ക് ബേക്കറി സാധനം മാത്രം മതി ഇപ്പോൾ ഉള്ള പിള്ളേർക്ക്. ചക്കരയും തേങ്ങയൊക്കെ വെക്കാനല്ല പിന്നെ ഏ ചക്കരയും തേങ്ങയൊക്കെ വെച്ചോണ്ടാ. ചക്കരയും തേങ്ങ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ അതിന് രുചി അവർക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല. ഏ അല്ല അവളുമാര് പോയി. അവര് പോയി കേട്ടോ. ഇനി കിടക്കാന്നോ? ഈ കിടക്കണ്ട, ഉടുപ്പിടാം. അവര് പോയി സിനിമ കാണാൻ. എവിടേക്കാ? അങ്ങ് ഈരാറ്റുപേട്ട. ഏ? ഇവിടെ എന്നെ ടിക്കറ്റ് കിട്ടിയില്ല. ഈരാറ്റുപേട്ടയ്ക്ക് എങ്ങാണ്ടാണ്. ഏ? ഈരാറ്റുപേട്ട. ഈരാട്ടുപേട്ടയോ? ആ ഓ, അതേന്നെ, ഇവിടെ ഒന്നും സിനിമ ഇല്ല. ഇവിടെയൊക്കെ സിനിമ കാണിക്ക് ടിക്കറ്റ് ഇല്ല. കുട്ടമ്മയ്ക്ക് പുതിയതായി മേടിച്ച ഒരു ഉടുപ്പ് കിട്ടിയിട്ടുണ്ട്. അത് ഇടാനായിട്ട് പോയിരിക്കുകയാണ്. എലിക്കുട്ടി അമ്മ ഉടുപ്പിട്ട് വരുന്ന കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. 2 ഉടുപ്പാണ് നമ്മൾ എടുത്തിരുന്നത്, ഒരു ഉടുപ്പേ കിട്ടിയുള്ളൂ. അപ്പൊ മാല ഇടണം. അത് ഇച്ചിരി ഇറക്കം കൂടെ കുറയ്ക്കേണ്ടതായിരുന്നു. അമ്മയ്ക്ക് നടക്കുമ്പോൾ വല്ലയിടത്തും തട്ടുന്നതായിരിക്കും. ആ പിന്നെ നിങ്ങൾ മുട്ടിന് മേളിൽ നിന്നാ മതിയായിരുന്നു, താഴെ നിന്നാ മതിയായിരുന്നു. എല്ലാം പറ്റും. കുഴപ്പമൊന്നുമില്ല, തട്ടത്തൊന്നുമില്ല. അത്ര ഇറക്കം നൈറ്റി ഇടുന്ന അത്ര ഇറക്കമുള്ളൂ. ഇല്ല, നൈറ്റിക്ക് ഇത്ര ഇറക്കമില്ല. അതുപോലെ അതല്ലെങ്കിൽ എങ്ങനെയുണ്ട് എല്ലാവരും നോക്കിയിട്ട് അഭിപ്രായം കമന്റ് ചെയ്യണേ. എല്ലാരും അതൊന്നും ചെയ്യണ്ട, അവിടെ നിൽക്കേ, ഇതെല്ലാം ഇട്ട് വലിക്കണ്ട. ഇതൊക്കെ അമ്മയ്ക്ക് അസ്വസ്ഥത പോലെയാണ്. എങ്ങനെയുണ്ട് അമ്മ, ഉടുപ്പ് ഇഷ്ടപ്പെട്ടാ? നമുക്ക് പോകാം, നമുക്ക് പോകാം, നമുക്ക് എല്ലായിടത്തും പോകാം. ഇന്ന് എവിടെ സ്ഥലമുണ്ട്, പോയേക്കാം. അമ്മയുടെ വീട്ടിൽ പോകാം. ഓ, ഈ രാത്രി രാത്രിയല്ല, നോക്ക് പകലല്ലേ. വാ, ആ കഥക് തുറന്നില്ല, ഇത് കാറ്റ് കയറട്ടെ, ഒന്നാമത് ചൂടാ. വാ, കണ്ണാടിയൊക്കെ തിളങ്ങുന്ന അവിടെ ഒന്ന് പോകാൻ റെഡിയാ. ഇത് ദൈവമേ, എവിടെയെങ്കിലും കൊണ്ടുപോയച്ചാ മതി എന്ന് പറഞ്ഞിരിക്കുന്നത്. നടന്നോ? വല്ല വണ്ടിക്ക് രോമം കൊണ്ടുപോകും. വണ്ടിക്കേ ഉണ്ടോ, ഇവിടെ നല്ല കാറ്റാ, രോമം കൊണ്ടുപോകും. വണ്ടി ഉണ്ടോ? ആ, വണ്ടിയൊക്കെ ഉണ്ട്. ഇഷ്ടപ്പെട്ടോ ഉടുപ്പ്? ഇഷ്ടപ്പെട്ടോ ഇനി വല്ലതും ഉടുപ്പ്? ഇഷ്ടപ്പെട്ടോ? അത്ര ഇഷ്ടമില്ലേ? എന്നിട്ട് പിന്നെ ഇതിട്ടിട്ട് റെഡി ആയിട്ട് പോവാൻ റെഡി ആയിട്ട് ഓടുന്നുണ്ടല്ലോ. ഓർത്തേ പോവല്ലേ? ഉണ്ടോ? അതെല്ലാം എന്ത് പോവാ നോക്കി. വല്ല മുത്തൊക്കെ കണ്ണാടിയൊക്കെ വെച്ച് നോക്കിയേ, കണ്ണാടി മുത്ത് എല്ലാം തിളങ്ങണം. തിളങ്ങണം. നീ നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കി. എപ്പോഴാ പോവാ? ആ, പോവാ. അവിടെ നിൽക്കി, പോറായില്ല. പോവാറായില്ല. ആരൊക്കെയാ പോനെ? ആ, നമ്മൾ രണ്ടുപേരും, ഞാനും ജോമോനും പോരും. പോലെ പിള്ളേരാരും ഇല്ലേ? പിള്ളേരൊക്കെ സിനിമ കാണാൻ പോയില്ലേ? ഇവിടെ പോകാൻ വരുവാ. ഈ പോണില്ല, ഇന്നല്ല നാളെ പോകാം. നമുക്ക് ഇന്ന് നാളെ പോകാം. ഇന്നിപ്പോ മുടിയൊക്കെ ഡ്രസ് ഇട്ടിട്ട് എല്ലാരും ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചാ. ഞാൻ കിടക്കാൻ പോവാ. ആ, കിടന്നോ? നിക്കറില്ല, പാടല്ല. അതതിന്റെ ഡിസൈനാ. അതതിന്റെ ഡിസൈനാമേ. അത് മുഴുവൻ കറിയാണല്ലോ. കറയല്ല, അതതിന്റെ ഡിസൈനാ. അത് അതിലുള്ളതാ. എന്നത് ആ വരയും കുറിയൊക്കെ കേട്ടാ? അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലേ? അമ്മ കാണാഞ്ഞിട്ടാ. അമ്മ എപ്പോഴും വെള്ളം മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. വെള്ളയിലല്ലേ നോക്കുള്ളൂ, വേറെ ഒന്നും നോക്കത്തില്ലല്ലോ. മദാമേനെ പോലെ ഉണ്ടല്ലേ? ഉടുപ്പിന്റെ ഇറക്കം കുറയ്ക്കണോ ഇനി? എല്ലാവരും ഒന്ന് പറഞ്ഞു തരും കേട്ടോ. ഇത്ര ഇറക്കം പോരാ, അത് കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇറക്കം കുറയ്ക്കണം. അവരൊന്ന് കുറച്ച് തന്നാ ഞാൻ പറഞ്ഞു കൂടെ. എനിക്ക് കണ്ടിട്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പക്ഷെ നടക്കുമ്പോ ചവിട്ടരുത്. അത് അട്ടത്തൊന്നുമില്ല. ഇറക്കവേ കുഴപ്പമുണ്ടോ? പക്ഷെ പുറകിൽ ഇറക്കം കൊണ്ടോ കുഴപ്പമില്ല. ഊനുള്ളതുകൊണ്ട് മുന്നോട്ട് ചാഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ് അവിടെ അത്രയും തൂങ്ങി നിൽക്കുന്നത്. എടുത്തു കുത്തിയാൽ മതി. അവിടെ ഞാൻ കുത്താൻ പറ്റത്തില്ല. അത് എടുത്തു കുത്തത്തില്ല. എടുത്തു കുത്തത്തില്ലെന്നേ. അത് മുണ്ടാണല്ലേ പറ്റുള്ളൂ എടുത്തു കുത്താൻ. നൈറ്റിയാണെങ്കിൽ കുത്താം. കനക്കുറവാ, സുഖമല്ല ഇപ്പൊ ഇടാൻ. ചൂടൊന്നുമില്ലല്ലോ. ചൂടുണ്ടോ? അത് ആവി ഇപ്പോഴത്തെ ഇതായണ്ട. ഷീറ്റ് എടുക്കുന്നത് നമുക്ക് അകത്ത് കയറിപ്പോ. ഭയങ്കര ഷീറ്റിലാണ് പറക്കി ഇടുന്നത്. ഒച്ച ഇവിടെ ഇരുന്നോ? ഫാൻ ഇട്ടിട്ടുണ്ടോ? അയ്യോ ചൂട്. 4 മണി ആറായി. എല്ലാരോടും ചോദിച്ചേ ഞാൻ ഉടുപ്പിട്ടിട്ട് നല്ലതാണോന്ന് ചോദിച്ചേ. ഒന്ന് ചോദിക്കേ. ആ കൈയൊക്കെ അവിടെ ഇരിക്കട്ടെ, അത് പിടിച്ച് വലിച്ചോണ്ട് പോകാതെ. ആ ചോദിക്കേ.
ഇതിലൊന്നും വലിയ ബന്ധമൊന്നുമില്ല. അവിടെ തുണിയൊക്കെ പൊക്കിക്കൊണ്ട് പോണ് എന്നിട്ട് എന്റെ ഭംഗി നോട്ടത്തിന് കുറവില്ല. ആ എന്നാ കോപ്പ് അതൊക്കെ അങ്ങനെ പറയുവേ. ഭയങ്കര ഇഷ്ടപ്പെട്ട ആൾക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ. ഇതെല്ലാം പിടിച്ച് നോക്കുക. ഈ കളറ് വല്ല ചീത്ത. ആര് പറഞ്ഞു? നല്ല കളറല്ലേ? നല്ല കളറാ. ഫോട്ടോയിൽ കണ്ടു നോക്കുമ്പോ അറിയാം. അല്ല കണ്ണാടി പോയി നോക്കിയാ. കണ്ണാടി കൊണ്ടാ കാണിച്ചു. ആ വാ കണ്ണാടി പോയി കാണിക്കാം. ഇഷ്ടമില്ല. കാണക്കണ്ടേ? ഇവിടെ ആരാണ്ട് ചെരുപ്പ്. അത് വിവീനയുടെയാ. കണ്ണാടി നോക്കിക്കേ. എന്നാ നോക്കാൻ? നോക്ക് നോക്ക്. ഇതാരാ? ഇതാരത്? തല എണ്ണ വെക്കാത്ത. അയ്യോ അതപ്പൊ അവരൊന്നാന്ന് മനസ്സിലായോ? എന്നാൾ ആ കണ്ണാടി കണ്ടപ്പോ എന്നെയോ നല്ല അമ്മച്ചി. എന്നാ അവിടെ വിശേഷം? സുഖമാണോ? ഇതുപോലെ ചമ്പടിച്ച് തലയിലങ്ങ് വെളുത്തല്ലേ? എങ്ങനെയുണ്ട്? വെളുത്തു പോയല്ലേ? എങ്ങനെയുണ്ട്? ഉടുപ്പൊക്കെ ഇട്ടിട്ട് എങ്ങനെയുണ്ട്? വെളുത്ത് വെളുത്ത് ഇതാണ്ട് പോലെ. ഇത് സുന്ദരിയാണോ? പിന്നെ കണ്ണാടി കാണുന്ന സുന്ദരിയാണോ? എന്നാത്തന്നെ കണ്ണാടി നോക്ക്. ഇഷ്ടപ്പെട്ടോ? മതി. ഇഷ്ടപ്പെട്ടോ? ഒന്നും കാണണ്ട. ഒന്നും കാണണ്ടേ ഇതിനാ? ഇല്ല. നോക്ക്. ഞാൻ നോക്കിയതാ. എന്നിട്ട് കണ്ടോ? ഇത് മതി. ഇത് മതി. ആ. ആ അത് മതി. അത് മതി. അത് കേട്ടാ മതി. കാണണ്ട. എനിക്കൊന്നും കാണണ്ട. സുന്ദരിയായി. കിടക്കണം. കിടക്കണം. തെളിയുന്ന വെയില്. എന്നാണേലും എലിക്കുട്ടമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എടുത്ത് അത് ചോമന് തിന്നാനുള്ളതാ. എന്നിട്ടാണ് ഇനി അത് എപ്പോഴാ തിന്നാനാ? അത് ഇച്ചിരി കഴിയുമ്പോ തിന്നോളൂടി ഇരിക്കേ. എലിക്കുട്ടി. ഇവിടെ ഇരുന്നിട്ട് പറ. എല്ലാവരോടും ചോദിച്ചേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഉടുപ്പ് ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചേന്നാ. ചോദിക്കേ. അവർക്ക് ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലല്ലോ. നമ്മളതല്ലാലോ. എന്നാലും അവർക്ക് ഇഷ്ടപ്പെട്ടോന്ന് അറിയണ്ടേ നമ്മളൊന്ന്. ആ ഒന്നും ചോദിക്കേ. എന്നാലും ചോദിച്ചേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് ചോദിച്ചേ. ഉടുപ്പ് ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ആ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എന്നതാ ഉടുപ്പ്? എന്റെ ഉടുപ്പ് ഉടുപ്പ് ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചേ. ഈ ഉടുപ്പ് ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചേ. ഈ കോളാരൊക്കെ ഈ കോണാരൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും. ഇടാൻ കൊള്ളാം. നേറ്റിയോ? നെറ്റിന്നല്ലാതൊന്നും അല്ലത്. നേറ്റിയുടെ എല്ലായിടത്തും ബോംബ് ഇട്ടോണ്ട് പോകാനാ. നെറ്റിടാനുള്ളതല്ല, കാശ് കൊടുക്കുള്ള. കനയില്ല. ആ കനം എന്തിനാ? ഈ ആദ്യം പരവേശനോടത്ത് എത്ര കാലം? അടി ലൈനിങ് തുണിയുണ്ട്. പിന്നെ എന്നാ ഒന്നും കാണത്തില്ല. കണ്ട അടിയിൽ വേറെ ഒരു തുണി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പൊക്കിക്കൊണ്ട് പോണ്ട. അതുകൊണ്ടെങ്കിലേ ഉള്ളൂ ഉപയോഗിക്കാൻ കൊള്ളൂ. ആ അത് തന്നെ. അതിന്റെ കുഴപ്പം. അതിന് ഒട്ടും കട്ടിയില്ല. മറ്റേന് അപ്പൊ നന്നായിട്ടിരിക്കണമെങ്കിലല്ലേ. പിന്നെ ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലേ അമ്മയുടെ ഉടുപ്പ്? അതോ ഇഷ്ടപ്പെട്ടില്ലയോ? എന്താന്ന് വെച്ചാ അഭിപ്രായം പറഞ്ഞു തരും കേട്ടോ. നല്ല വെട്ടം കേട്ടാ. ഇവരോടൊക്കെ എന്നാ പറയണം? അല്ല ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്ന് അഭിപ്രായം പറയാനാ പറഞ്ഞേ. അവര് പറഞ്ഞോളൂ. ആ അവര് പറയും. അവർക്കൊക്കെ പെട്ടാലും പെട്ടില്ലല്ലോ. അതിന് ആ അവർക്ക് ഇഷ്ടപ്പെടണം. അവർക്ക് അമ്മേനെ സ്നേഹിക്കുന്നവരാ. ഇന്നത്തെ കാലം അങ്ങനെയൊന്നുമില്ല. ഉണ്ടെന്നേ. പ്രായം ചെന്നവരുടെ കാര്യത്തിലൊന്നുമില്ല. പ്രായം കുറഞ്ഞവരുടെ കാര്യത്തിലൊന്നും ശ്രദ്ധയില്ല ആർക്കും അല്ലേ? അവരൊന്നും ആർക്കും മീച്ചയില്ല. ഭാഷണം വേണ്ട. ഒന്നും വേണ്ട. എന്തെങ്കിലും ഉടുത്തോണ്ട് അങ്ങ് പൊക്കോട്ടെ എന്നല്ലേ? പൊക്കോട്ടെ. ആ അപ്പൊ അങ്ങനെയല്ലെന്ന് ഇവിടെ കാണിച്ചു കൊടുത്തിരിക്കുക. അയ്യോ തുമ്മുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ പ്രായം ചെന്നവരെ ഇങ്ങനെയൊക്കെ ഇട്ട് നടത്തിപ്പിക്കണമെന്ന് കാണിച്ചു കൊടുത്തേക്കുവാ കേട്ടോ. സന്തോഷായോ? കാണുന്ന കുറെ പേര് പുച്ഛിക്കും ചിരിക്കും. എന്നാലും വേഷം കെട്ടിക്കുവാന്ന് പറഞ്ഞു അല്ലേ? ഇതൊക്കെ യൂറോപ്പിലും മറ്റേ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നടക്കുന്നത് അല്ലേ? ഇവിടെയാണ് ഈ ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഒരു സംശയത്തിന്റെ പുറത്താ ഞങ്ങള്. അതെ. അമ്മ ഇടുവോ? പക്ഷെ അമ്മക്ക് ഇടാനതിന് കുഴപ്പമൊന്നുമില്ല. താല്പര്യ പണ്ട് പോവുകയല്ലെന്ന് പറഞ്ഞു വെച്ചോണ്ടിരുന്നു. അമ്മ 2 ദിവസം അടുപ്പിച്ച് കൊണ്ടുപോയപ്പോ അമ്മ ചാടുവോ മുമ്പിൽ പോകാൻ. അല്ല ഇന്നാളെ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞായിരുന്നല്ലോ ചട്ടം മുട്ടും മാറ്റി ഇപ്പൊ നൈറ്റി പോലെയുള്ള ഉടുപ്പ ഇടുന്നത് പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല. ഇനിയിപ്പോ മറ്റേ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ തയ്ക്കാൻ കൊടുത്തിരിക്കണമെങ്കിൽ മേടിക്കട്ടെ. എങ്ങനെയുണ്ടെന്ന് അറിയട്ടെ. നേരം വിളക്കുവാ. നേരല്ല ഒത്തിരി വൈകുന്നേരം ആയതേ ഉള്ളൂ. 4 മണി. 4 മണി. ആ ഈ പിള്ളേര് വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇരിക്കുകയല്ല. വീണ വന്നു കഴിഞ്ഞ് ഇങ്ങനെ പോവുക. ഒരു ദിവസം വീട്ടിൽ ഇരിക്കുകയല്ല. സിനിമ കാണാനായി അതായി ഇതായി ഷോപ്പിംഗ് ആയി ഇങ്ങനെ അങ്ങ് പോകും. അമ്മ ഉടുപ്പിട്ട് അവര് കണ്ടില്ല. ആ സാബുമോന്റെ മക്കളും ഉണ്ട്. പഠിക്കാൻ പോണാരും അല്ലെന്നേ. 4 പേരും കൂടെ പോയി.
ഇതും പോയോ? ജയിലിലാന്ന് പറഞ്ഞു. എല്ലായിടത്തും ഒന്ന് പുറത്തിറങ്ങണ്ടേന്ന്. അവള് പഠിക്കുന്നിടത്തെ ഹോസ്റ്റലിലല്ലേ, പുറത്തൊന്നും ഇറങ്ങാൻ പറ്റത്തില്ലെന്ന്. വീട്ടിൽ വരുമ്പോ വേണം എല്ലായിടത്തും ഒന്ന് പോകാനെന്ന്. അവിടെ അങ്ങനെയല്ലേ? അവിടെ അങ്ങനെ എങ്ങും പുറത്തൊന്നും വിടിയല്ല. അതുകൊണ്ട് വലിയ പാടാം. എല്ലാവർക്കും ഇച്ചിരി സ്വാതന്ത്ര്യം നടപ്പൊക്കെ കിട്ടിയില്ലെങ്കിൽ കുഴപ്പം അതൊന്നും ഇല്ല അവിടെ. അവരെല്ലാം കഴിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇവിടെ വരുമ്പോ അവർക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞു, എവിടെയെങ്കിലൊക്കെ പോണമെന്ന്. പഠിക്കുമ്പോൾ ഒത്തിരി സ്വാതന്ത്ര്യമൊന്നും വേണ്ടെന്നേ, ജോലി കയറുമ്പോൾ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ജോലി കയറുമ്പോൾ ഒട്ടും സ്വാതന്ത്ര്യം കിട്ടിയാൽ എന്നാൾ പറഞ്ഞപ്പോ ആരാണ്ടും വന്നപ്പോ പറഞ്ഞു കേട്ടില്ലേ? അതൊക്കെ ഉണ്ട്, ആവശ്യത്തിനൊക്കെ സ്വാതന്ത്ര്യം ഉണ്ട്, അത് ഉപയോഗിക്കുന്നതിൻ്റെ അനുസരിച്ചിരിക്കും. ഇപ്പം കിട്ടുന്നതൊക്കെ ഉള്ളു. പഠിക്കുമ്പം പഠനത്തെ ശ്രദ്ധിക്കാൻ പറ്റുമോ? അതല്ലേ ഭയങ്കര ആവിയാ. ആണോ? മാറ്റിയേക്കാം. കൊച്ചില്ല കൊച്ചിൽ ഇനി അവിടെ കിടക്കട്ടെ. വീട്ടിൽ ചെന്നിട്ട് നനച്ചു പിന്നെ അലക്കാം. വീട്ടിൽ ചെന്നിട്ടോ? വീട്ടിൽ കൊണ്ടുപോകണത്? ഊരി നനയ്ക്കാം. വീട്ടിൽ കൊണ്ടുപോകണോ? അപ്പൊ അതാണ് ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇഷ്ടപ്പെട്ടത്. അതിന് വലിച്ചങ്ങനെ വെക്കണ്ട, അത് ഇങ്ങനെ ഇരിക്കുന്നതാ നല്ലത് കേട്ടാ. അതിനെ അങ്ങോട്ട് വലിച്ചോണ്ട് പോകരുത്, ഇങ്ങനെ വെച്ചാൽ മതി. ഇലാസ്റ്റിക് ഇട്ടിരിക്കുന്ന അവിടെ ഇങ്ങനെ ഇരിക്കാൻ ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടി. എന്ത് കണ്ണാടിയല്ലേ, ഇത്തിരി കണ്ണാടി ഫിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അമ്മയുടെ പാകത്തിനുള്ള ഒരെണ്ണം കിട്ടണ്ടേ? വെള്ളയായിരിക്കണം, പിന്നെ എന്നാ അളവിൽ കിട്ടണം. ചിലത് ഇട്ട് കഴിഞ്ഞാൽ ഒരു വശത്തോട്ട് ഇരിക്കും, ഒരു ചിലത് ഇറങ്ങിയല്ല. അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടാണ് പിന്നെ തയ്പ്പിച്ചാലേ ഉള്ളു ശരിയാവുള്ളൂ. ഒരെണ്ണം എന്നാലും നമുക്ക് റെഡിമെയ്ഡ് വാങ്ങിച്ചുകൊണ്ട് പോരണല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഒരെണ്ണം കൊണ്ടുവന്നതാ. ഇനി ഇപ്പൊ ഒരെണ്ണം തയ്പ്പിക്കാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് തയ്ച്ചു കഴിയുമ്പോ അവർ വിളിച്ചേക്കാന്നാ പറഞ്ഞേ കേട്ടാ. തയ്ച്ചു കഴിയുമ്പോഴേ വിളിച്ചേക്കാന്നാ പറഞ്ഞത്. അവിടെ തയ്യൽക്കാരുണ്ട്. അളവെടുത്തില്ലേ? ഒരു പെങ്കൊച്ച് അളവെടുത്തായിരുന്നല്ലോ. ആ പെങ്കൊച്ച് തയ്ക്കും. വിവീനയുടെ ചേച്ചിയായി അല്ലേ? ആണോ അമ്മ? അങ്ങനെയൊന്നുമില്ലേ? അനീത്തിയാണോ? എല്ലാരും വിളിക്കുമ്പോൾ വിളിക്കാം അമ്മനെ. ഉടുപ്പിട്ടപ്പോ ആന്റിയായി കേട്ടോ. ഉടുപ്പിട്ടപ്പോ ആന്റിയായി. ഒരു മാലയും കൂടെ അങ്ങ് ഇട്ടേക്കാം. എന്റെ മാല ഒന്ന് ഇട്ട് നോക്കാം. വേണ്ട, ഒന്ന് ഇട്ട് നോക്കട്ടെ. വേണ്ട, അമ്മയുടെ മാല അവിടെ ഇരിപ്പുണ്ട്, ഞാൻ എടുത്തില്ല. നോക്കട്ടെ. വേണ്ട, അതെട്ടാ മതി. ഭംഗിയാണോ നോക്കട്ടെ. ഇതേണ്ട കൊള്ളാലോ. ആ മൂല പുഴയൊക്കെ മൂടി പോയി. എന്നാ മാലയും കൂടെ ഇനി എടുത്തിട്ടേക്കാം വല്ലയിടത്തും പോകുമ്പോ കേട്ടോ. നല്ല കേട്ടാ മാലയൊക്കെ ഇട്ടിട്ട്. അത് വലിച്ചു കുറച്ച് വെക്കണം. നീട്ടാനുണ്ടല്ലോ. ഇറുക്കമുണ്ട്, അതാണ് അമ്മ. ഇലാസ്റ്റിക് ഇരിക്കുന്നോണ്ട് അത് ഇട്ടിട്ട് കഴിയുമ്പോ തന്നെ മാറിക്കോളൂ. അപ്പത്തിനനുസരിച്ച് അത് ഇടണം. ഇങ്ങനെ ഇരിക്കേണ്ടത് അതുകൊണ്ട് നല്ലതല്ലേ? അയ്യോ കാണാൻ ഭംഗി. കണ്ണാടി കണ്ടില്ലേ? കണ്ണാടി നോക്കിയില്ലേ? കണ്ണാടി കണ്ടില്ലേ? ഇതൊക്കെ നമുക്ക് സാബുമോന്റെ വീട്ടിലൊന്ന് പോവാം, അവരോട് ചോദിക്കാം നല്ലതാണോ ഇല്ലെന്ന്. സാബുമോന്റെ വീട്ടിലൊന്ന് പോയി ഇതൊന്നും എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. അവരോട് ഇല്ലല്ലോ, അവരെല്ലാം പോയില്ലേ? മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പോകണ്ട, അടുത്ത ദിവസം പോവാം. അവരെല്ലാരും ഉള്ള ദിവസം അവിടെ പോണതല്ലേ? പോണതല്ലേ? പോണതാ. നഖം വെട്ടാറായി. അവർ താമസിക്കുന്നത് ഇവിടെയല്ലേ? ഇവരിവിടെയാ താമസിക്കുന്നത്. പിന്നെ അടുത്തടുത്ത്. അത് കാരണം പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരാളെ കാണണമെന്നോ പറ്റുന്ന വിഷമില്ല. അടുത്തടുത്തായോണ്ട് പെട്ടെന്ന് പേടി നടക്കണ്ട. നീ വാടാന്ന് വിളിച്ചാ പറയേ, ഇവിടെ നിന്ന് വിളിച്ചാ കേൾക്കുമല്ലേ? ആരെങ്കിലും ഒരാളെ കണ്ടാൽ അടുത്തയാളെ വീട്ടിൽ കിടക്കുന്ന ആളാകുമ്പം അതുകൊണ്ട് കാര്യമുണ്ട്. അല്ലെങ്കിൽ ഒന്നുമില്ല. പെട്ടെന്ന് ഓടി വന്ന് അന്തവും ബന്ധവും ഇല്ലാത്തതിനൊക്കെ കണ്ട എല്ലാം കാര്യമാണ്. അന്തവും ബന്ധവും ഓടി വന്നൊരു കാര്യം നടത്തണമെങ്കിൽ അല്ലേ? ഒരു കാര്യം നടത്തിയ അസൂയ മാത്രം. മക്കളെല്ലാം അടുത്തടുത്ത് കിടന്നാലും കുഴപ്പമാ ഒത്തിരി. അകന്ന് കിടക്കണതാ നല്ലത് അല്ലേ? എല്ലാവരും തമ്മിൽ വഴക്കുണ്ടാക്കും. സ്നേഹം വേണമെങ്കിൽ അകന്ന് കിടക്കണം എന്നാ എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയാണോ അമ്മേ? ചിലവർ എത്ര അകന്ന് കിടന്നാലും സ്നേഹം ഉണ്ടാകില്ല. ഇതെല്ലാം ആവശ്യമാണ് നമുക്ക്.
മനുഷ്യർക്കെല്ലാം വേണം ആവശ്യം. സംസാരവും ഇഷ്ടവും നന്മയും തിന്മയും എല്ലാം തിരിച്ചറിഞ്ഞ് ഗുണത്തിൻ്റെ ദോഷത്തിൻ്റെ എല്ലാം മനസ്സിലാക്കി വേണം ജീവിക്കാൻ. എന്നിട്ട് ആരെയൊക്കെ സഹായിക്കാൻ ഇങ്ങനെ അമ്മയുടെ മാല ഉണ്ടായിരുന്നപ്പോ ഇങ്ങനെ എടുത്തു വെച്ചോണ്ടിരുന്ന് കാണിക്കാൻ ഞാൻ കണ്ടിട്ടുള്ള അതേ സ്വഭാവം എന്തേ കാണിക്കുന്നുണ്ടോ? സഹായിക്കാൻ പറ്റുന്നവരുണ്ടായിരുന്നു. ഇങ്ങനെ എപ്പോഴും നോക്കുമായിരുന്നു മാല എടുത്ത് വെച്ചിട്ട്. നമ്മുടെ മാല റെഡിയാക്കി ഇട്ട് കൊടുത്തേക്കാം അല്ലേ? നമ്മുടെ മാല റെഡിയാക്കി ഇട്ടേക്കാം. ആരെ റെഡിയാക്കിയിട്ടേ ഇട്ടേക്കാന്ന് കഴുത്തെ. തിരിയോ? തിരിയല്ല, തിരിയാണ് എല്ലാരും കഴുത്തേലിടുന്നേ. നല്ല തിരിയോ? 4-8 കഴിയുമ്പോൾ കിടക്കുന്നതായിരിക്കും പറഞ്ഞത്. അല്ലെന്നേ, മാല എടുത്തിട്ട് തന്നേക്കാന്നാ പറഞ്ഞത്. അല്ല എവിടെയാ മാല ഇവിടെയുണ്ട്, പാത്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴും എല്ലായിടത്തും പോകുമ്പോ മാത്രം എന്നും എടുത്തിട്ട് സ്ഥിരം ഇടണ്ട. എല്ലായിടത്തും ഒക്കെ പോകുമ്പോഴേ നമുക്ക് ഇട്ടോണ്ട് പോകാം. അത് മതി. അത് മതി. അന്തവും ബന്ധമില്ല. അന്തവും ബിന്ദവും ഇല്ല. എല്ലാവരും കൊണ്ടുപോയെങ്കിൽ എന്നാ ചെയ്യും അല്ലേ? ചെരുപ്പില്ല. അത് വിവീനാടിയാ. ചെരുപ്പ് എവിടെ ഉണ്ട്. എന്നിട്ടും ചെരുപ്പ് പോരെന്നാ പറയുന്നത് കേട്ടാ. പൈസ എങ്ങനെ ചെലവാക്കാന്ന് വിചാരിച്ച അവളിരിക്കുന്നത്. മുഴുപ്പ് പോകാൻ സപ്പോർട്ട് നിൽക്കുവാണല്ലോ. മുഴുപ്പ് പോരെന്നല്ല, വേറെ വേണമെന്ന്. ഒരു 3 ജോഡിയാ പെരക്കകത്ത് കിടപ്പുണ്ട്. ഇവിടെ കിടക്കണം 4. ഒന്ന് ഹോസ്റ്റലില്, 1-2 ഹോസ്റ്റലിലുണ്ട്. എന്നിട്ടും പോരെന്ന്. ഇപ്പൊ ഒരെണ്ണം കൂടെ മേടിക്കണമെന്ന്. ഇപ്പൊ മേടിക്കണ്ടെന്ന് പറഞ്ഞു. പൊട്ടി തീരട്ടെ, അത് കഴിഞ്ഞിട്ട് മേടിക്കാന്ന് പറഞ്ഞു. ചെരുപ്പ് വീടാക്കുവാണോ? ചെരുപ്പ് വേറൊരു പണിക്ക് പോകുന്നില്ല, കൊണ്ടുപോകണില്ല. കാലം കിടന്നാ പോരെ, പണിക്കൊന്നും പോണില്ലല്ലോ. മറ്റുള്ള സാധനത്തെ പോലെ ഉള്ള ഉപയോഗമില്ലല്ലോ അല്ലേ? തേയ്മാനം ഇല്ല. നടന്ന് തേയ്മാനം ഉണ്ടാവും കൊറേ കഴിയുമ്പോ. അപ്പൊ ഇത് 3-4 എണ്ണ ഇല്ലേ? ഒത്തിരി ഇടുന്നില്ലല്ലോ. ഒത്തിരി മാറിയല്ലേ ഇടുന്നേ. അപ്പൊ അധികം തേയ്മാനം വരുന്നില്ലല്ലോ. പണ്ടത്തെ പോലെയാണ്. ഇന്നിപ്പോ എത്ര ജോഡിയൊക്കെ ഉണ്ട് പിള്ളേർക്ക്. പണ്ടൊരു ചെരുപ്പ് ഒരു ജോഡി കൊണ്ട് എത്ര നാളാ. അതൊന്നും പറഞ്ഞാലൊന്നും ആർക്കും മനസ്സിലാകിയല്ല. നല്ല പിള്ളേരോട് അതൊക്കെ പറഞ്ഞിട്ട് കാര്യം. അത് അന്നത്തെ കാലാന്ന് പറയും. പറഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. വിവാനോട് പറഞ്ഞാൽ വിവാൻ അറിയാം. വിവാൻ ഒന്ന് പൊട്ടിയാലേ ഒന്ന് മേടിക്കുള്ളൂ. വിവാൻ ഒന്ന് പൊട്ടിയാലേ മേടിക്കുള്ളൂ. വിവാനേ അവന്റെ ചെരുപ്പ് ഒരെണ്ണം ഉള്ളത് അത് പൊട്ടിപ്പോയാലേ അടുത്തത് മേടിക്കുള്ളൂ. അത് മതി. മേടിച്ചിട്ട് അതും ഇതും എല്ലാം ഇട്ടിട്ട് വീട് പൊട്ടിക്കാതെ പോകുന്നുണ്ടോ? ജോലിക്ക് പോകുന്നു. ജോലിക്ക് പോയിട്ട് പോണതാ. അമ്മ പോകുന്നുണ്ടോ? അമ്മ പോകുന്നുണ്ടോ? പോകുന്നുണ്ടോ? അമ്മയ്ക്ക് പോകാനൊക്കെ ഇഷ്ടമായി. ഉടനെ ഇറങ്ങിയത് കണ്ടില്ല. അതെ, ഇങ്ങോട്ട് നോക്കി. നേരെ നോക്കാൻ, ജോമോനെ നോക്കാൻ. ജോമോനെ അമ്മേനെ കണ്ട് മതിയായില്ലെന്ന്. പിന്നെ ഇത് കാണാന്നേ, ഞാനെന്നും അമ്മേനെ കണ്ടോണ്ടിരിക്കുമല്ലേ. ഉടുപ്പൊക്കെ ഇട്ടിട്ട് കണ്ട് മതിയായില്ലെന്ന്. ഉടുപ്പ് ആദ്യമായിട്ടല്ലേ ഇടുന്നേ. അത് കണ്ണാടിയൊക്കെ കുഞ്ഞു പിള്ളേരെ പോലെ വലിച്ചു പറിക്കാൻ പോണ മുത്തക്കെ. അമ്മ പരിശോധിക്കുക ഭംഗിയുണ്ടോന്നുള്ളത്. ഒരു നിലക്കണ്ണാടി നിർത്തി കാണിക്കണം മൊത്തം അല്ലേ? വലിയൊരു കണ്ണാടി. കിടന്നൊന്നും പറഞ്ഞെങ്കിൽ വെക്കാനേ പറ്റും. ഒന്നും പറ്റിയില്ല. ഈ സമയത്ത് എല്ലാം കളഞ്ഞു ഉടുപ്പിട്ടിട്ട്. ചായ കുടിക്കണ സമയത്താണോ ഉറങ്ങണേ? അത് ജോമോന് തിന്നാനാന്നേ. എന്നാ തിന്നട്ടെ. തിന്നാൻ പോവാ. എന്നാ പിന്നെ എന്നാ മൂടി വെക്കാൻ മേലാൻ. അതൊക്കെ ഈച്ച തോറും. ഈച്ചയൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല. ഈച്ചയൊന്നും ഇല്ല. ഈച്ച പറഞ്ഞ വരും. ഇല്ലെന്നേ. സന്ധ്യ ആയപ്പോ ഉണ്ടായിരുന്നു. സന്ധ്യ ആയില്ലല്ലോ. ഇന്നലെ സന്ധ്യ ആയപ്പോഴുള്ള കാര്യമാണോ പറയണേ? ഇന്നലത്തെ സന്ധ്യ ആയ കാര്യമാണോ പറയണേ? ഇന്ന് സന്ധ്യ ആയപ്പോട്ടെ. ഇന്ന് സന്ധ്യ ആയില്ല. നീ ഇവിടെ ഇല്ലായിരുന്നു സന്ധ്യ ആയപ്പോഴോ? ഞാനിപ്പോ ഇവിടെ ഉണ്ടല്ലോ. ഇപ്പഴല്ലേ? ഇപ്പോഴും ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ സന്ധ്യ ആയിട്ട് എന്തോ തർക്കിച്ച് ജയിക്കാൻ നോക്കുവാണോ എലിക്കുട്ടി? തർക്കിച്ച് ജയിക്കാൻ നോക്കുവാണോ? ജയിക്കാൻ വേണ്ട, ഒന്നും വേണ്ട. അമ്മ പറയണ അങ്ങ് അംഗീകരിച്ചാ മതിയല്ലേ? കാര്യമൊന്നുമില്ല. അമ്മ പറയുന്ന എലിക്കുട്ടി പറയുന്ന അങ്ങോട്ട് അംഗീകരിച്ചാ മതിയല്ലേ? ആണോ? അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിൽ ചെയ്യും. എന്നിട്ട് പിന്നെ അതും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവനത് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. അതാണ് കാരണന്മാരുടെ പഴഞ്ചൊല്ല്. പഴഞ്ചൊല്ലാണോ? അതവരുടെ മക്കൾ കൊച്ചുങ്ങളെ ആയാലും ഒക്കെ
നമ്മൾ അവരെ എങ്ങനെ സൂക്ഷിക്കണം പെരുമാറണം അതനുസരിച്ച് ഇന്ന് ആ കൈയുടെ ഇലാസ്റ്റിക് വലിച്ചു പറിക്കുന്നതായിരിക്കും അവരുടെ വളർച്ചയൊക്കെ വന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ പ്രായമായി വരുമ്പോൾ അവർക്ക് വളരെ ഗുണങ്ങളാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ അന്തോ ഇല്ല ബന്ധോ ഇല്ല. അമ്മയ്ക്കേ വിബീനാനെ ഒരു ദിവസം അമ്മയുടെ അടുത്തൊന്ന് വിളിച്ചിരുത്തിയിട്ടേ കുറച്ച് ഉപദേശങ്ങൾ അങ്ങോട്ടൊന്ന് കൊടുക്കാൻ മേലായിരുന്നോ? പറ്റുമോ അത്? കണ്ടോ, ഇതല്ലേ പറയുന്നത്. ഒരിക്കൽ പോലും അവളുടെ ഒരു കുറ്റം പറയാൻ സമ്മതിക്കുകയല്ല. അവളെന്നതാ കാണിക്കുന്നതെന്ന്. അവളെന്നെ കാണിക്കുന്നത്. അവള് മര്യാദയുള്ള കൊച്ചല്ലേ അല്ലേ? അവള് വന്നു കഴിയുമ്പോഴത്തേക്ക് എന്നെ വല്ല പണിയൊക്കെ എടുത്ത് സഹായിക്കാൻ പറയണം. അവള് പഠിക്കാൻ പറ്റല്ലേ? പണി ഞാൻ അടുക്കളയിലൊക്കെ പണിയെടുക്കുകയല്ലേ, അപ്പോഴേ അവളോട് വന്ന് എന്നെ സഹായിക്കാൻ പറയണമെന്ന്. പണിയെടുക്കുന്ന കാര്യത്തിലാണോ അങ്ങനെ വലിയ ഇതൊന്നുമില്ല. അതൊക്കെ അത്ര ഇഷ്ടമാണ്. അത് എടുത്താലിട്ട് ഒപ്പുപോയി എടുക്കും. അവിടെ നന്നായിട്ട് എടുക്കും. ചെയ്യൊക്കെ ചെയ്യും. നമ്മളൊക്കെ എടുക്കുന്നിടത്തോളം ഒന്നും അതിനുള്ള പ്രായമായോ? ചേരേണ്ട സാധനങ്ങളൊന്നും ശരിക്കും ചെയ്യില്ല, അറിയത്തില്ല. അതൊക്കെ ചെയ്യും. അവള് അത്യാവശ്യമൊക്കെ ചെയ്യും. നേരം മറക്കാൻ ഒത്തിരി ഉണ്ടായിരുന്നോ? പിന്നെ നേരം മറക്കാൻ ഇനിയും കിടക്കുവാ. ഇനി 8-10 മണിക്കൂർ. 4 മണി ആയതേ ഉള്ളൂ. വൈകുന്നേരം ഇനിയും 10-18 മണിക്കൂർ കിടപ്പുണ്ട്. വൈകുന്നേരം 4 മണി സമയം എങ്ങോട്ട് കേട്ടല്ലോ. അമ്മയ്ക്ക് ഉറങ്ങാമല്ലോ. എന്നാ കിടന്നോ. ഉടുപ്പിട്ട് മടുത്താ? നീ കിടക്കുന്നില്ലേ? അപ്പം കാര്യം അതിനാ ഉറക്കം വരികയില്ല. അതെല്ലാരും ചായ കുടിച്ചു വെച്ചു പോയതാ. ഇനിയിപ്പോ അതെല്ലാം എടുത്ത് കഴുകാൻ പോണം കേട്ടാ. അതൊക്കെ ഉണങ്ങി പിടിച്ച് കഴുകാൻ പാടാ. ശരിയാ. എന്ത് ചെയ്താ പോയി? അല്ല, അമ്മ അന്നേരം കൊണ്ട് കഴുകി വെക്കുന്നതല്ലേ. അവിടെ പാണ്ട് പോലെ അത് ഉരച്ച് കഴുകണം. എന്നാ സാധനമായാലും അങ്ങനെ നമ്മള് പെരുമാറുന്നത് സാധനങ്ങളൊക്കെ അന്നാരം അതെല്ലാം ചായ കുടിച്ചിട്ട് വായിക്കോട്ടെ വരുന്നേ. ശരിയാക്കാം. കുട്ടി ചായ കുടിച്ച് കഴിഞ്ഞതേ ഉള്ളൂ, എന്നിട്ട് വായിക്കോട്ടെ. ഒരു പതിവ് തെറ്റി സമയമൊത്താ കുടിച്ചത്. ഇങ്ങനെ വായിക്കോട്ടെ വെക്കാൻ കാര്യം. ആ ക്ഷീണാണോ, ഉറങ്ങാനാണോ? അമ്മ സന്ധ്യ എന്ന് പറഞ്ഞില്ലേ? അതായിരിക്കും. അമ്മ സന്ധ്യ എന്തുകൊണ്ട് ഉറക്കം വന്നായിരിക്കും. അങ്ങനെയാണോ കുട്ടി? അമ്മ സന്ധ്യയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഉറക്കം വരുന്നതാണോ? അതും അറിയത്തില്ല. അതും അറിയത്തില്ല. എനിക്കങ്ങനെ ഉറക്കം വരെ ഉള്ളതാണ്. അമ്മ സന്ധ്യയെന്ന് പറഞ്ഞു. സമയം 4 മണി ആയുള്ളൂ. സന്ധ്യ ഉറക്കം വരെ ഉള്ളതാണോ? അധികം സമയമില്ല. വീട്ടിലോട്ട് പോയല്ലോ. ഇതുകൊട്ടെ വെള്ളം ഒരു മാല മേടിച്ചിട്ട് ആ വെള്ള കൊന്തയില്ലേ, അതുപോലെ ഒരു മാല നല്ലതാന്ന് തോന്നുന്നു. ഒരു തൂക്കനും കൂടെ ഇട്ടാലോ കമ്മലെ. കാര്യമായ അയലോക്കംകാരും ഇല്ല. ഇവിടെയോ? ആരും പണ്ടുള്ള അയലോക്കംകാരൊക്കെ ഉണ്ട്, ഇപ്പോഴും കൂടുതലായി പോയി. അയലോക്കംകാർ വേറെ പുതിയതായിട്ട് വന്നു. അയലോക്കംകാർ ഇഷ്ടം പോലെ ആയിക്കൊണ്ടിരിക്കുക. അയലോക്കംകാരൊക്കെ ഇഷ്ടം പോലെ ആയിക്കൊണ്ടിരിക്കുക. പഴയതുപോലെയല്ല. എന്നാലും ചിലരൊക്കെ കണ്ടോ കൂട്ടും വഴക്കുണ്ടാക്കിച്ച ഇവരും അറിഞ്ഞില്ലേലും ഓരോരുത്തരെ കൊണ്ട് ഓരോ പരാതിയും പറഞ്ഞു എല്ലാം അനാവശ്യം പറയും, കുറച്ച് കളയുന്നവരുണ്ട്. അപ്പൊ അവരുടെ അടുത്തോട്ടൊന്നും നമ്മൾ പോകാൻ നിൽക്കണ്ട. നമ്മുടെ വീടുമായിട്ട് ഒതുങ്ങി അങ്ങ് കഴിഞ്ഞാൽ പോരെ. നമ്മൾ ഓരോരുത്തരെ മനസ്സിലാക്കി വേണം അവരുടെ അടുത്ത് പെരുമാറാൻ. അത് നമ്മൾ ആ വീട്ടിലുള്ളവരോട്, നമ്മുടെ വീട്ടിലെ ഉള്ളവരുടെ ഒരു കുറ്റങ്ങളും പറയാനും പോയേക്കരുത്. നമ്മൾ നമ്മുടെ കാര്യം നോക്കുക, പറയാ, അവരവരുടെ കാര്യം നോക്കി പറയും. അത് അപ്പം ആർക്കും തെറ്റില്ല. അവർ വന്ന് കുറ്റം പറഞ്ഞ കേൾക്കാൻ നിന്നിട്ടില്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഒരാൾക്ക് കിട്ടി, പിന്നെ വേറൊരാൾക്ക് കിട്ടി, അത് അങ്ങനെ അങ്ങ് പറ്റും. അതൊന്നും പറ്റുമോ? ബന്ധപ്പെട്ട് നമ്മളൊന്നും സംസാരിച്ചില്ല, പിന്നെ എന്തിനാ ഇതിപ്പോ വലിച്ചിട്ടെ? അല്ലാതെ അയലോക്കംകാരെ കാര്യം പറഞ്ഞല്ലേ, അയലോക്കംകാരെ കാര്യം പറഞ്ഞതല്ലേ അല്ലേ? ഒന്നും എല്ലാത്തിനായാലും ഒരു പരിധിയുണ്ട്, ഒരു കണക്കുണ്ട്. അതനുസരിച്ച് അയലോകത്തൊന്നും പോകണ്ടെന്നാണ് അമ്മ പറഞ്ഞു വരുന്നത്. അല്ലല്ല, അയലോക്കംകാരെ നോക്കണം, ശ്രദ്ധിക്കണം. കുറ്റം പറയുന്നവർ വഴക്കുണ്ടാക്കിക്കുന്നവരുണ്ടെന്നാ പറഞ്ഞാ നേരെ കാര്യങ്ങൾ നമ്മുടെ അയലോക്കംകാരോടൊക്കെ ആക്കി അതൊക്കെ ഒരു നിയന്ത്രണം മാത്രമേ പറ്റൂ. നിയന്ത്രണം മാത്രമേ പറയാവുള്ളൂ. തുറന്ന് അവരുടെ ഇഷ്ടത്തിനായി വിട്ടു കഴിഞ്ഞാൽ അത് വേറെ കുഴഞ്ഞു പോകും. അവര് വേറെ കുഴപ്പമുണ്ടാക്കും. പരാതി നമ്മൾ ഒത്തിരി അനുഭവിച്ചിട്ടുള്ള അല്ലേ? ലോകം മുഴുവൻ ഉള്ളവരോട് പരാതി.
അങ്ങനെയുണ്ട് ചിലർ. അമ്മ ഒത്തിരി അനുഭവിച്ചിട്ടുള്ള അതൊന്നും ചെയ്യാതെ അവനവൻ്റെ കുടുംബം കൊണ്ട് ഒക്കെ ഒതുക്കി പെറുക്കി പറയേണ്ടവരോട് പറഞ്ഞും ചെയ്യേണ്ടത് ചെയ്തും ഇതൊക്കെ അങ്ങ് പോയാൽ വേറെ ആരുമായിട്ട് വഴക്കുണ്ടാക്കാനും പോകണ്ട, ചോദിക്കാനും പോകണ്ട, പറയാനും പോകണ്ട. നമ്മൾ നമ്മുടെ കാര്യം നന്നാക്കാൻ നോക്കാം. അന്തോ ബന്ധമില്ലാതെ എത്ര അന്തോ ബന്ധം വന്നു ഇതിനകത്തിപ്പം. അത് നമ്മുടെ ഇതാണ് സീക്രട്ട് കോഡാണ്. അന്തവും ബന്ധവും അല്ലേ? അന്തവും ബന്ധവും ഇല്ലാതെ വല്ല പരിപാടി നടക്കും അല്ലേ അമ്മേ? എല്ലാത്തിനും വേണ്ടതല്ലേ? ഗ്യാസ് കയറിയില്ല. എങ്ങോട്ട്? നോക്ക്. സാബുമ്മന്റെ വിട്ടോട്ടാ. എന്നാ പോകോ. സാബുമ്മ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല കേട്ടോ. സാബു മാത്രമേ ഉള്ളൂ. ആണോ? എന്നാ പിന്നെ പിന്നെ വെട്ടികളില്ലേ? ജോലിക്ക് പോയി. അപ്പൊ രാത്രി ജോലിയാണ്? രാത്രിയല്ല, ഉച്ച കഴിഞ്ഞ്. രാത്രിയിലേ വരുള്ളൂ. എല്ലാവരും ഉള്ള ദിവസം പോവാം നമുക്ക് അല്ലേ? അപ്പം രാത്രി പിള്ളേരാർക്കൊക്കെ കാണാൻ പറ്റിയ പിള്ളേര് സിനിമയ്ക്ക് പോയി. പിള്ളേര് ചേച്ചി വരുന്ന സമയത്തേ വരുള്ളൂ. പിള്ളേരെല്ലാം കൂടെ സിനിമയ്ക്ക് പോയി. അമ്മേനെ കൊണ്ട് ഉടുപ്പ്. പിള്ളേരുടെ അമ്മ വരുന്ന സമയത്തേ ഇനി വരുള്ളൂ. അമ്മ പറഞ്ഞു എനിക്ക് ഉറക്കം വരും, ഞാൻ ഫോട്ടോ ഇട്ട് എന്റെ പണി എടുക്കട്ടെ, അല്ലെ പിന്നെ ഞാൻ വായിക്കോട്ടെ ഇട്ടോണ്ടിരിക്കും. ഉടുപ്പ് വരച്ചു. എന്നാ ബാ. അമ്മയുടെ ഉടുപ്പിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും പറയണേ. മേശയിലെ ഇറക്കി വെക്കാം. എന്തുമാത്രം സാധനങ്ങൾ, ചായ, കപ്പും. ഈ ചായ കപ്പനകത്ത് ചായ കപ്പ് ചായ ഉണ്ടടി. അതെനിക്കുള്ളതാ, ഞാൻ കുടിക്കാനുള്ളതാ. ഞാൻ കുടിക്കാനുള്ളതാണേ എനിക്ക്. കുട്ടിയുടെ ഉടുപ്പൊക്കെ പുറത്തൊക്കെ പോകുമ്പോ ഇതിട്ടോണ്ട് പോകുമ്പോ ആൾക്കാരൊക്കെ ഉടുപ്പിട്ടാണോ കഴുകാൻ പോണേ? എങ്ങോട്ടാ? അതുകൊണ്ട് കഴിയണ്ടേ? അവിടെ വെച്ചാൽ ഞാൻ കഴുകിക്കോളാം. അവിടെ വെച്ചേരെ. ഓ എന്റെ ഏലിക്കുട്ടി ഞാൻ കഴുകിക്കോളാം. ഉടുപ്പ് അഴിക്കാം. പോയി ഉടുപ്പ് ഊരാ. ഉടുപ്പ ചെളി പറ്റിയല്ലേ, വല്ലയിടത്തും പോകുമ്പോ ഇട്ടോണ്ട് പോണ്ടേ? വെള്ള വല്ല കറയൊക്കെ പറ്റും. മെനകേട് അതെല്ലാം അറിയാവുന്ന ആളല്ലേ, എന്നിട്ടാണ് പോയെ. ഒതുങ്ങിയാ കിടക്കണേ. ഇത് കൂടുതൽ ഒതുങ്ങിയല്ലേ, നല്ല ഒതുങ്ങിയാ കിടക്കണത്. ഉണ്ടോ? ഒതുങ്ങി കിടക്കണതാ. ശകലം കാര്യം വേണ്ടല്ലോ, അതുകൊണ്ട് നല്ലതല്ലേ. കയ്യിലും കാലം നഖം വെട്ടിക്കളയട്ടെ. നഖം വെട്ടാനോ? നഖം കയ്യിലും കാലേലും എണ്ണ വെച്ച് കഴിയുമ്പോഴാണ് തലമുടി ജീവിക്കാൻ നല്ല രസമുണ്ടോ? ഒത്തിരി ചെത്താനൊന്നുമില്ല, ഇച്ചിരി ഉള്ളൂ. ശകലേ വളർന്നിട്ടുള്ളൂ. അയ്യോ, എന്നെ എടുക്കാൻ പോകാനാ? എന്നെ എടുക്കാൻ പോകാനാ? ഉച്ചയുടനെ ആകുമ്പോഴത്തേനും പെട്ടെന്ന് പോകും. അത് ശരിയാ കേട്ടോ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. ഉച്ചയുടനെ പെട്ടെന്ന് വരുന്നുണ്ട്. തിരിച്ചു പോകണല്ലോ. അകം മുറ്റത്ത് ഇടരുന്നൊക്കെയാ പറയണം അല്ലേ? പിന്നെ എവിടെ ഇടും? കുഴിച്ചു മൂടുവോ? അല്ല, അങ്ങനെ വേലിക്ക് പുറത്തിറങ്ങണോ അങ്ങനൊക്കെ പറയണേ. പിന്നെ ഓമാനി പറയണേ. സാബുവിന്റെ വണ്ടിയാന്ന് കിടക്കണത്. ഇവിടെ കണ്ടത് ഇട്ടിട്ട് അത് എൽസിയുടെ വണ്ടിയാ. എൽസിയുടെ വണ്ടിയാ. അതെ, സാബുവിന്റെ വണ്ടി ഇവിടെ കൊണ്ടു. അവന്റെ വണ്ടി അവിടെ കിടപ്പുണ്ട്. അവര് സിനിമയ്ക്ക് പോയി അല്ലേ? അവര് പിന്നെ എൽസിക്ക് പൈസയൊക്കെ ഉണ്ട്. എൽസിക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ പൈസ ഉള്ളത്. എൽസി ഇവിടെ ഇല്ലല്ലോ. എൽസി എവിടെയാ നോക്കാം. എൽസി ഇവിടെ ഇല്ല. എൽസി ഇവിടെ ഇല്ലെന്നേ. എൽസി ഇവിടെ ഇല്ല. ഇല്ല ഒന്നും ചെയ്യാൻ പറ്റിയല്ല. ഇന്ന് എന്തെല്ലാം പശുവിനെ കറക്കാനും പശുവിന് പുല്ല് പറിക്കാനും ഒക്കെ ഉള്ളതാ. അയ്യോ, ഒന്നും എടുക്കത്തില്ലേ. ഞാൻ ആഴത്തിലോട്ട് പോവുകയാണേ. അമ്മയുടെ പേടിയുള്ളപ്പോൾ പ്രാർത്ഥനയാ. പയ്യെ കുറച്ച് മതി.
കേട്ടോ. കാലിന് രണ്ട് പ്രാവശ്യം കുഴപ്പമില്ല. നീണ്ടാതെ വെട്ടി കഴിഞ്ഞാൽ പിന്നെ അമ്മ കിടന്ന് അയ്യോ പോകാൻ പറ്റും. അതാണ് കുഴപ്പം. ഒന്നും ഉണ്ടാക്കണ്ട വേണം. നാം വെട്ടി കളയട്ടെ. വിമാനം കൂടെ വെട്ടിക്കണ്ടായിരുന്നു. അതിലേക്ക് പോയി നമ്മുടെ പിന്നെ കുഴപ്പം. മേല് നാം വെട്ടി പിന്നെ മലയാളി. ആ അതെ ചക്കയിലോട്ട് പോയി. 3 ചക്ക 3 ചക്ക 4 ചക്കയായി. നാമട്ടുകാരൻ വിവാഹമായിരുന്നു. ഞാൻ വെക്കായിരുന്നു. സാരി അങ്ങനെ വെച്ചോണ്ട് എത്തിയ എനിക്ക് നീ ഒത്തിരി കുഞ്ഞിരിക്കാൻ പറ്റില്ല. അങ്ങനെയില്ല. ഇച്ചിരി എത്തിയാ ഇച്ചിരി ഉള്ളന്നേ അതല്ലേ കുഴപ്പം. ചെത്താൻ പാട്. കഴിയുമ്പോ നമ്മ കിടന്ന് വഴക്കുവാ. ഏതമ്മ ചെത്തിക്കൊണ്ട് വരുമ്പോഴാ വീട്ടോട്ട് വരുമ്പോഴോ? ഏതമ്മയാ? എലിക്കുട്ടിയുടെ അമ്മയാ? എന്റെ അമ്മ. ആണോ? നഖം വെട്ടിയത് എന്തിനാന്ന് ചോർത്താ ചോദിക്കും. നഖം വെട്ടിയത് എന്തിനാണെന്ന് വെട്ടാൻ പറ്റത്തില്ലേ? ആ കിടക്കണം. അത് എന്നെ പറ്റിയത് അങ്ങനെ കറ പോലെ. അതെന്റെ കളറാവേ. ഇത് കണ്ടോ? കൈ കഴുകി. കൈ കഴുകു. കൈ കഴുകു. നഖം വെട്ടിയതല്ലേ? രണ്ട് കൈയും കഴുകി. ആ കൈ 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 ഈ കൈ ഇങ്ങോട്ട്. അതൊന്നും എടുക്കണ്ടായിരുന്നു ഇപ്പം. അത് ഉണങ്ങിയില്ലെന്നേ. അതല്ലേ പറഞ്ഞ് എടുക്കണ്ടായിരുന്നു പറഞ്ഞേ. അത് അവിടെ കിടന്ന് ഉണങ്ങട്ടെ. മഴയൊന്നും ഇല്ലെന്ന്. ഇന്ന് മഴയൊന്നും പെയ്യില്ല. മഴക്കാർ കയറുന്നുണ്ട്. എന്നാലും സമയമുണ്ടല്ലോ. ആ അത് ഞങ്ങളുടെ യൂണിഫോമാ. അത് ഉണങ്ങിയില്ലെന്നേ. അതവിടെ ഇട്ടേക്കാനേ കൊണ്ടുവാ. അയ്യോ എൻ്റെ അമ്മോ, എന്നെ കൊണ്ട് മടുത്തു പോവുള്ളൂ. കൊണ്ടുവാ. അത് ഉണങ്ങാത്ത സാധനം എടുത്തോണ്ട് പോകുന്നൊരു കാര്യമുണ്ടോ? ആ ചെരുപ്പ് അവിടെ കിടന്നോട്ടെ. ചെരുപ്പ് പിറക്കാത്ത എന്തിനാ വെക്കുന്നത്? പട്ടിയൊന്നും കൊണ്ടുപോയില്ല. ഇല്ലെങ്കിൽ ഒരു ബാ കയറുവാ. ആ പട്ടിയൊന്നും കൊണ്ടുപോയില്ല. പട്ടിക്ക് എന്നാ കാണിക്കാനോ ചെരുപ്പ്? പട്ടി ചെരുപ്പ് കൊണ്ടുപോകണം. പട്ടി ഇവിടുന്ന് പോയി. ആ വീട്ടോട്ട് പോവാ. കയറുവാ. തുണി മാറണ്ടേ? വാ. ആ പിന്നെ എന്നെ കൊണ്ടുവിടാൻ പോവാ. വാ. അതൊന്നും പിറക്കണ്ട നീ. വാ. കണ്ട അവൻ അവിടെ നോക്കണം. നീ പോര്. വാ. ഇങ്ങോട്ട് കയറി പോരാനേ. അങ്ങനെ കയറി വാ. ഷോ അതൊന്നും എടുക്കണ്ടെന്ന്. അതൊക്കെ അവിടെ ഇട്ടേ. വാ വാ. ഇത് കിടന്ന് മുക്കാനാ. വാ. ഉണ്ടേ ഉണ്ടേ. ആവശ്യമില്ലാത്ത പണിക്ക് പോട്ട്. എൻ്റെ ഈശോ. ആ കയറിപ്പോ. നടക്കണമെങ്കിൽ ചുമ്മാ നടന്നാൽ പോരെ. ഇതൊക്കെ പറക്കാൻ പോണ്ട കാര്യമുണ്ടോ? ആ വീട്ടിൽ കൊണ്ടു വിടാം. അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.